ഹലോ ഗൈസ്, നമ്മളിന്ന് പൊളിക്കും. ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ച്. ചെന്നപ്പോൾ തന്നെ നമ്മളെ സഞ്ജുവിൻ്റെ തല ധോണിയുടെ കട്ടൗട്ട് ഒന്നും നോക്കില്ല, 4 ടിക്കറ്റ് നമ്മളെടുത്തു. ഞാനൊരു പൂരപ്രേമി ആയതുകൊണ്ട് തന്നെ നെന്മാറ അല്ലെങ്കിൽ വിലക്കാണ് ഇത്രയും കൂട്ടം കണ്ടിരിക്കുന്നത്. നമ്മളെ സ്റ്റേഡിയം നിന്ന് അറിയും ഫുൾ നമ്മളെ സഞ്ജു ഫാൻസ് മലയാളിയുടെ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക്. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ടിക്കറ്റൊക്കെ കിട്ടാൻ കാരണം നമ്മളെ സ്വന്തം നൗഫിക്കാണ്, നമ്മളെ സ്വന്തം ACCയുടെ പ്രസിഡന്റ് നൗഫിക്ക. സ്റ്റേഡിയത്തിൽ നിന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളും ചങ്കോളൊക്കെ സെറ്റായിട്ട് നിന്നു. ഈ ടീം നമ്മൾ അലനല്ലൂരിലെ ACCയുടെ മണിമുത്തുകൾ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മളെ സിംഗിനെ കണ്ടു, അർഷ്ദീപ് സിംഗിനെ. ചെക്കം സീനാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ എൻ്റെ കൂടെ കളി കാണാനുണ്ട്. ധോണി, രോഹിത്, വിരാട്ടൊക്കെ. എൻ്റെ ഒരു ഭാഗ്യം. നിങ്ങൾക്ക് ഈ ക്യാമറമാനെ മനസ്സിലായെന്ന് അറിയില്ല, നമ്മളെ സ്റ്റേഡിയത്തിൽ സുന്ദരികളെ ക്യാപ്ചർ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഇവനാണല്ലേ അവൻ. പിന്നെ ഓരോ താരങ്ങൾ വാമപ്പ് ചെയ്യുന്നു. ആ സ്റ്റേഡിയത്തിൽ നിന്നൊരു വ്യൂ ഉണ്ട്. എച്ചാതി. ഇതൊക്കെ വീട്ടിൽ നിന്ന് TV കണ്ടാൽ കിട്ടും. സഞ്ജു ചേട്ടൻ്റെ കളിയാണ് വന്നെങ്കിലും സഞ്ജു ചേട്ടൻ നേരത്തെ തുടങ്ങിയോണ്ട് പിന്നീട് മൊത്തം ഈശാന്റെ കയ്യിലായി. കിഷനും അതേപോലെ തന്നെ സൂര്യകുമാറും എജ്ജ അടിയായിരുന്നു. ചെക്കൻ്റെ ഒരു സെഞ്ചുറി. മോനെ, ഞങ്ങൾ ആ സെഞ്ചുറി ഉണ്ടല്ലോ ഇവിടെ പൂരപ്പ സെറ്റ് ഫീൽഡ്. അയ്യോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്. ഇന്ത്യ നമുക്ക് സമ്മാനിച്ച നല്ല കൂട്ടിയ സ്കോർ ആയിരുന്നു, നല്ലൊരു മാച്ചും. സെറ്റ് സംഭവം. അപ്പോൾ നമ്മൾ ചേട്ടനെ കണ്ടത്. ചേട്ടൻ്റെ അടുത്ത് ഒന്ന് പറയാളൂ, ചേട്ടാ ഒരു ദിവസം നിങ്ങൾക്ക് വരും, അന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ തിരിച്ചടിക്കും. കളിയാണ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ആംബിയൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇന്ത്യ നല്ലൊരു കൂട്ടിയ സ്കോറും തിരിച്ചടിക്കാൻ ന്യൂസിലാൻഡ് കൂടി വന്നപ്പോൾ അയ്യോ എജ്ജാതി ഫീല്. ഒരു വട്ടെങ്കിലും നിങ്ങൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് കളി കാണണം, അതിൻ്റെ ഒരു ഫീല് വേറെ എവിടെ പോലും കിട്ടുക. സെറ്റ്. സ്റ്റേഡിയത്തിൽ പോയപ്പോൾ ഒരേ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ, കുടിക്കാൻ പച്ച വെള്ളം പോലും കിട്ടുക. ഉള്ള വെള്ളമാണെങ്കിലോ 200-300 രൂപ. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. കളി പൊളിയായതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്ത് പോയി. ഇനി അടുത്ത മാച്ച് തിരുവനന്തപുരത്തിൽ കാണുന്നത് വരെ എല്ലാവരും വെയിറ്റിങ്ങിനാണ്, കട്ട വെയിറ്റിംഗ്. ഇനി ഇങ്ങനെ ഒരു മാച്ച്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.